ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റായ പുട്ടും കടലക്കറിയും ഉണ്ടാക്കിയാലോ? വീട്ടിൽ തന്നെ പൊടിച്ച അരിപ്പൊടിയാണ് ഞാൻ പുട്ടുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. പുട്ടുണ്ടാക്കുന്നതിനായി 2 കപ്പ് പുട്ടുപൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പൊടി നനയ്ക്കുന്നതിനായി 1.5 കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട്. വെള്ളത്തിലാണ് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് മിക്സ് ചെയ്തിരിക്കുന്നത്. നേരിട്ട് പൊടിയിലേക്ക് ഉപ്പ് ചേർക്കാതെ വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് പൊടിയിൽ മിക്സ് ചെയ്യാമെങ്കിൽ കണക്കായിരിക്കും ഉപ്പ്. വെള്ളം ചേർത്ത് കുഴച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് ബോൾ ഉണ്ടാക്കി നോക്കുക. അപ്പം പെട്ടെന്ന് പൊട്ടിപ്പോയില്ലെങ്കിൽ ഇത് കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നന്നായി കുഴച്ചതിന് ശേഷം 10 മിനിറ്റ് മൂടി വയ്ക്കാം. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ സോഫ്റ്റായിട്ട് എങ്ങനെ ഈ പുട്ട് തയ്യാറാക്കാമെന്നതാണ്. അതിനായി അകന്ന അരിപ്പ നന്നായി കഴുകി നന്നായി തുടച്ച് ഉണക്കിയെടുക്കുക. ഇതിലേക്ക് പുട്ടുപൊടി കുഴച്ച് വെച്ചത് ഇടുക. അതിനുശേഷം പുട്ടുപൊടി ഈ അരിപ്പയിലിട്ട് നന്നായി അരിച്ചെടുക്കുക, കട്ട ഒട്ടും കൂടാതെ. ഈ ടെക്നോളജി എനിക്ക് എൻ്റെ ചേച്ചിയാണ് കേട്ടോ പറഞ്ഞു തന്നത്. മിക്സിയുടെ വലിയ ജാറിൽ, അതായത് പൊടിക്കുന്ന ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും ഇങ്ങനെ തന്നെ കിട്ടും. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിത് നന്നായി കണ്ടുകൊണ്ട് തന്നെ ചെയ്യാം. ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ നമ്മുടെ പുട്ടുപൊടി ഒട്ടും കട്ടയില്ലാതെ ഇത്രയും സോഫ്റ്റായി കിട്ടും. ഇതിലേക്ക് കുറച്ച് തേങ്ങ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സോഫ്റ്റായി ഒന്ന് മിക്സ് ചെയ്യുക. തേങ്ങ അധികം ഇഷ്ടമില്ലാത്തവർ ഈ സമയത്ത് ചേർക്കണമെന്നില്ല. പുട്ടുകുറ്റിയിൽ പുട്ടുണ്ടാക്കുമ്പോൾ ചേർത്താൽ മതി. ഇവിടെ എല്ലാവർക്കും കുറച്ച് തേങ്ങ കൂടുതൽ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചേർത്തത്. പുട്ടുകുറ്റി എടുക്കുക, അതിലേക്ക് ചില്ലിടുക. ഇനി ഇതിലേക്ക് തേങ്ങ 1 ടേബിൾ സ്പൂൺ ഇടുക. എല്ലാം ഒന്ന് നന്നായി നിരത്തിയിടുക. ഇനി ഇതിലേക്ക് പുട്ടുപൊടി ഇടുക. അധികം പ്രസ് ചെയ്തിടരുത്. ഇവിടെ ഞാനിപ്പോൾ പുട്ടുകുറ്റിയുടെ താഴെയും മുകളിലും മാത്രമേ തേങ്ങ ഇടുന്നുള്ളൂ. മധ്യഭാഗം ആകുമ്പോൾ വേണമെങ്കിലും തേങ്ങ ഇടാം കേട്ടോ. തേങ്ങ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാം. ഇനി പ്രഷർ കുക്കറിൽ വെള്ളം തിളയ്ക്കാൻ വെക്കാം. അതിലൊരു സ്പൂൺ ഇടുക. പിന്നെ സ്പൂൺ ഇട്ടാൽ വെള്ളം തിളയ്ക്കുമ്പോൾ ശബ്ദം കേൾക്കാം. വെള്ളം തീർന്നു പോയോന്ന് നമ്മൾക്കറിയുകയും ചെയ്യാം. സ്പൂണിൻ്റെ സൗണ്ട് തീർന്നാൽ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം വെള്ളം തീർന്നിരിക്കുന്നുവെന്ന്. പണ്ട് കാലത്ത് ഇങ്ങനെ ആവിയിൽ വേവിക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചിരട്ടപ്പൂളായിരുന്നു വെള്ളത്തിലിട്ടിരുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആവി വരുമ്പോൾ പുട്ടുകുറ്റി കുക്കറിലേക്ക് വയ്ക്കാം. നന്നായി ആവി വന്ന് വെന്ത് കഴിയുമ്പോൾ പുട്ട് കുറ്റിയിൽ നിന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ സോഫ്റ്റായ പുട്ട് റെഡി ആയിരിക്കുന്നു. എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി നമുക്ക് പുട്ടിന് കറിയായി കടലക്കറി ഉണ്ടാക്കാം. കടലക്കറി ഉണ്ടാക്കാനായി 1 കപ്പ് കടല 8 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചു. 8 മണിക്കൂറിന് ശേഷം നന്നായി കഴുകി നിഗമ്പനെ വെള്ളമൊഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സവോള നീളത്തിലരിഞ്ഞതും, 4 വലിയ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും, 1 ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, 1 തണ്ട് കറിവേപ്പിലയും കുറച്ച് തേങ്ങ കൊത്തിയതും 2 പച്ചമുളകും ചേർത്ത് കുക്കറിൽ 6 വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കുക. ഈ സമയം ഒരു ചീനിച്ചട്ടിയിലേക്ക് തേങ്ങ വറുത്തത് ഇടുകയാണ്. ഞാനിത് നേരത്തെ വറുത്ത് വെച്ചിരുന്ന തേങ്ങയാണ്, ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നതാണ്.
തേങ്ങ വറുത്ത് എങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാവേ. ഇതൊന്ന് ഇളക്കി ചൂടാക്കുക. തേങ്ങ വറുത്തിരിപ്പില്ലെങ്കിൽ ഒരു അരമുറി തേങ്ങ ഇങ്ങനെ വറുത്തെടുക്കുക. ഇനി സിമ്മിലിട്ടുകൊണ്ട് 1.5 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഇതിലേക്ക് ചേർക്കാം. മീറ്റ് മസാലയ്ക്ക് പകരം 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്താലും മതി. തേങ്ങ ഈ സമയം വറുക്കുന്നവരാണെങ്കിൽ തീ ഓഫ് ചെയ്തതിന് ശേഷമേ പൊടികൾ ചേർക്കാവുള്ളേ. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുക. തീ ഓഫ് ചെയ്യുക. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുക. ചൂടാറുമ്പോൾ മിക്സിയുടെ ജാറിൽ വെള്ളം ചേർക്കാതെ നന്നായി അരച്ചെടുക്കുക. ഇനി ഒരു ചീനിച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. കടുകിടുക 1 ടീസ്പൂൺ. ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് ചേർക്കുക. ഉള്ളി മൂക്കുമ്പോഴേക്കും കടുക് പൊട്ടിത്തീർന്നുകൊള്ളും. ഒരു തണ്ട് കറിവേപ്പില ചേർക്കുക. ഉള്ളി നന്നായി മൂത്തു. ഇതിലേക്ക് സവോള ചേർക്കുക. 2 ചെറിയ സവോള നീളത്തിൽ അരിഞ്ഞതാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. 4 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 1 ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 1 തണ്ട് കറിവേപ്പിലയും ചേർക്കുക. എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർക്കുക. ഇനി ഇതിലേക്ക് വറുത്തരച്ച് വെച്ച തേങ്ങ ചേർക്കുക. എല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. വേവിച്ച കടലയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഒരു മിക്സിയുടെ ജാറിലെടുത്ത് അരച്ച് വെക്കുക. ബാക്കി വെന്ത കടല ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിക്കുക. ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ചേർക്കുക. ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച കടല ചേർക്കുക. കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. 1.5 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുക. 1/2 ടീസ്പൂൺ പെരുംജീരകം വറുത്ത് പൊടിച്ചത് ചേർക്കുക. എല്ലാം നന്നായി ഇളക്കി കറി തിളച്ച് വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് 10 മിനിറ്റ് മൂടി വയ്ക്കുക. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കുക. മല്ലിയില ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട കേട്ടോ. കടലക്കറി റെഡി ആയിരിക്കുന്നു. ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കി അഭിപ്രായം കമൻ്റായി അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. താങ്ക് യു.